നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലെ ഫ്ലുമിനൻസിനെ ചെൽസി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ ആ 2 ഗോളുകളും നേടിയത് ജാവോ പെഡ്രോ ആയിരുന്നു. രണ്ടും ഡ്യൂപ്പർബ് ഗോളുകളായിരുന്നു. ടൂർണമെന്റിന്റെ ഇടയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചെൽസിയിലേക്ക് ജോയിൻ ചെയ്യുന്നതും അങ്ങനെ അവർക്ക് വേണ്ടി കളിക്കാനെത്തുന്നതും. ക്വാർട്ടർ ഫൈനലിലാണ് ആദ്യമായിട്ട് കളിച്ചത്. സെമി ഫൈനലിൽ ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിന്റെ വക വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുൻ ക്ലബ്ബാണ് ഫ്ലൂമിനൻസ് എന്ന കാര്യം കൂടി ഓർക്കണം. ഗോൾ അടിച്ചിട്ട് അദ്ദേഹം അത് ആഘോഷിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഗോളുകൾ അദ്ദേഹം ആഘോഷിച്ചിട്ടില്ല. ഏതായാലും സൂപ്പർ പ്രകടനം. ആ പ്രകടനത്തിന്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. 60 മിനിറ്റാണ് അദ്ദേഹം കളിച്ചത്. 25 ടച്ചുകൾ, 2 കിടിലൻ ഗോളുകൾ, 3 ഷോട്ടുകൾ തീർത്തു. അതിൽ 2 ഓൺ ടാർഗറ്റ്, 12 പാസുകൾ കൊടുത്തതിൽ 7 ആക്യുറേറ്റ് ആയിരുന്നു. 9 ഡ്യൂവൽസിൽ 3 വിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എവർ ചെൽസി ഗോളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ജാവോ പെഡ്രോ തൻ്റെ ചെൽസി കരിയർ മികച്ച രൂപത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. രസകരമായ ഒരു കാര്യം കൂടി പറയട്ടെ. അദ്ദേഹം ഇതിനു മുമ്പ് 2 ഗോളുകൾ, 2 നോൺ പെനാൽറ്റി ഗോളുകൾ മുമ്പത്തെ ഇംഗ്ലീഷ് ടീമുകൾക്ക് വേണ്ടി അടിച്ചത് നോക്കണം. വാറ്റ്ഫോർഡിന് വേണ്ടി 109 കളികളിൽ നിന്ന് 1 ഗോളാണ് നോൺ പെനാൽറ്റി ബ്രേസ്. ഒരു ഗോളല്ല, ഒരു തവണയാണ് നോൺ പെനാൽറ്റി ബ്രേസ് നേടിയത്. ബ്രൈറ്റന് വേണ്ടി 70 കളികളിൽ നിന്ന് 1 നോൺ പെനാൽറ്റി ബ്രേസാണ് നേടിയത്. അപ്പോൾ ചെൽസിക്ക് വേണ്ടി ഇപ്പോൾ 2 അപ്പിയറൻസിൽ നിന്ന് 1 ആയിട്ടുണ്ട്. ഇത് അവസാനത്തേതാവാതിരിക്കട്ടെ എന്നായിരിക്കും ഇപ്പോൾ ബ്ലൂസ് ഫാൻസ് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തായാലും ഒരു കിടിലൻ സ്ട്രൈക്കർ അവർ സ്വന്തമാക്കി. കിടിലൻ പ്രകടനത്തോടു കൂടി അദ്ദേഹം അരങ്ങേറിയിരിക്കുകയാണ്. ഈ ടൂർണമെന്റിൽ അദ്ദേഹം മിന്നും പ്രകടനം നടത്തുന്നു. ഇനി ഫൈനൽ കൂടി അതുപോലുള്ള പെർഫോമൻസ് വരുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീഡിയോ.